നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ 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 നാരായണ. മോളെ, 2 ദിവസമല്ലേ പോയിട്ട്? ഞാൻ കരുതി നിങ്ങൾ ഇനി വരില്ലാന്ന്. എവിടെയായിരുന്നു? മനസ്സമാധാനം തേടിപ്പോയതാ. എന്നിട്ട് മനസ്സമാധാനം കിട്ടിയോ? നിന്നെ കാണാതിരുന്നാ തന്നെ മനസ്സമാധാനാ. ഇയാളെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു. മോൾക്ക് പഠനത്തിൽ തീരെ ശ്രദ്ധയില്ലാന്ന് അച്ഛനെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അത് അച്ഛൻ തന്നെ പോണോ? അമ്മ പോയാലും പോരെ? എന്നെ കൊണ്ട് വയ്യ നിങ്ങളെ കുരുത്തക്കെട്ട മക്കളുടെ പ്രശ്നം തീർക്കാൻ. നീ ഒന്ന് പതുക്കെ പറിച്ചാലേ, അയലക്കാരോട് പറയിപ്പിക്കാതെ. അയലക്കാര് കേക്കട്ടെ നിങ്ങളുടെ സ്വഭാവം. 2 ദിവസമായി നിങ്ങളുടെ മകൻ ഫോണും കുത്തിപ്പിടിച്ച് കുത്തിരിപ്പാണ്. തന്തേ പോലെ തന്നെ കുരുത്തം കെട്ട മകൻ. തന്തേ പോലെ എന്ന് പറയുമ്പോ നിന്റെ തന്തേ പോലെയാണോ? നിങ്ങൾ എന്റെ തന്തയ്ക്ക് പറഞ്ഞോ? മിസ്റ്റർ മോഹൻദാസ്, അനുമോൾക്ക് പഠനത്തിൽ തീരെ ശ്രദ്ധയില്ല. മാനസികമായി അനുമോൾ എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പാരൻസിന്റെ ശ്രദ്ധ കൂടി ഉണ്ടെങ്കിലേ കുട്ടികൾക്ക് പഠനത്തിൽ മികച്ച നിലവാരം പുലർത്താൻ കഴിയൂ. അനുമോളുടെ പ്രോഗ്രസ് കാർഡാണിത്. ഈ സ്കൂളിൽ ഏറ്റവും കുറഞ്ഞ മാർക്ക് അനുമോൾക്കാണ്. ഇത് സ്കൂളിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കും. ശരി മാഡം, മോൾക്ക് ഹാഫ് ഡേ ലീവ് വേണം. എന്റെ കൂടെ പോരുകയാണ്. ദേവി ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. ഒന്ന് പറഞ്ഞോളൂ. എന്നാ ശരി മാഡം. മൺചിരാതിലേ ദീപനാളമാ എന്നുമെന്നുള്ളിൽ തെളിയുന്നു നിൻ പുഞ്ചിരി. ഇരവുകൾ പകലുകൾ പോയി മറഞ്ഞു മെല്ലെ. എന്നോർമ്മ തൻ മരച്ചില്ലയിലെ ഇലകൾ ഒന്നായി പൊഴിഞ്ഞു പോയി. ദേവി ഇവിടെ ടീച്ചറാണോ? അതെ, അനുമോളുടെ ക്ലാസ് ടീച്ചറാണ്. ദേവിക്ക് സുഖാണോ? ഒരുവിധം സുഖം. മോഹനേട്ടന് സുഖാണോ? എത്ര വർഷമായി ഇവിടെ? 1 വർഷം. മോൾക്ക് ഹാഫ് ഡേ ലീവ് വേണം. ശരി. എന്നോർമ്മതൻ മരച്ചില്ലയിലെ ഇലകൾ ഒന്നായി ഒഴിഞ്ഞുപോയി. ഇരുൾ മൂടുമീ പാതയോരങ്ങളിൽ
നീയൊരു തെന്നലാ ഇന്നെന്നെ തഴുകി പോയിടുന്നു ഇന്നെന്നെ തഴുകി പോയിടുന്നു മൺചിരാതിലേ ദീപനാളമാ എന്നുമെന്നുള്ളിൽ തെളിയുന്നു നിൻ പുഞ്ചിരി അല്ല മോനേട്ടാ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഞാനും എൻ്റെ ദേവിയെ കണ്ടു. ദേവിയോ? ഏത് ദേവി? ഓ, നമ്മളെ പഴയ കണക്ഷൻ. നിങ്ങളിപ്പോഴത് വിട്ടിട്ടില്ല മോനേട്ടാ. എൻ്റെ മനസ്സ് നിറയെ അവിടല്ലേ. ആ, എങ്ങനെയാടാ ഞാൻ മറക്കത്? എൻ്റെ പൊന്നും മോനേടാ, ആദ്യം നിങ്ങളൊന്ന് അടിക്കും, എന്നിട്ടാകാം സാഹിത്യം. അതെന്താ മോനേട്ടാ ഈ ഇഷ്ടവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസം? ഇഷ്ടങ്ങൾ എന്നും മാറിയത്, പ്രണയം അങ്ങനല്ല. പ്രണയം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും മാറില്ല. അത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. എത്ര കാലം കഴിഞ്ഞാലും അത് മായൂല. അത് നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു തീയായിട്ട്, നമ്മളിങ്ങനെ പ്രായം കൂടിയാലും അത് ഉള്ളിലൊരു വേറൊരു വേദനയായിട്ട് ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? നിങ്ങളൊരു സംഭവട്ടെ മോനേട്ടാ. ഈ പ്രണയം കൂടുമ്പോൾ സാഹിത്യം കൂടി വരുമല്ലേ? ഇത്രയും സ്നേഹമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓളെ അങ്ങോട്ട് കെട്ടിക്കൂടായിരുന്നു മോനേട്ടാ. ആദ്യം തറവാട്ട് മഹിമ പറഞ്ഞ അവരെ എതിർത്ത്, പിന്നെ പണം, ജാതി, ഇതൊക്കെ പറഞ്ഞ പോലെ എതിർത്ത്, പിന്നെ എനിക്ക് പ്രായം കൂടുതലാന്ന്, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ അകറ്റി. ഇന്നത്തെ ചെക്കന്മാരെ പോലെ എനിക്കൊന്നും ധൈര്യമില്ലല്ലോ ഞങ്ങൾക്കൊന്നിക്കാൻ കഴിയാതെ. അതെല്ലാം മറന്നളി മോനേട്ടാ, എല്ലാം ശരിയാവുന്നു. കുടുംബക്കാരും നാട്ടുകാരും അന്ന് എതിർത്തില്ലെങ്കിൽ ഞങ്ങളിന്ന് ഒന്നായനെ. ഈ കത്തിടത് തീയല്ല, എൻ്റെ മനസ്സാണ്. നമ്മളെ പേരെ ഓൻ കേറില്ല ആരും ഉണ്ട്. ഇന്ന് ഇവിടെ കയറിയല്ലേ ഓൻ നാളെ അവിടെ കയറൂലേ? അതിനെന്താ ഞങ്ങൾ ചെയ്യുന്നാല് നോക്കിട്ടോ, അടി നോക്കിട്ടോ, കമ്പും കൊള്ളി ചുള്ളിയാണ്ട് എവിടെ നോക്കി എവിടെയാണ് മോഹന? പുറത്തിറങ്ങി ബാ, അവിടെ മുന്നേക്ക് നിക്കടാ. ശരിവാക്കേ, എന്താ പ്രശ്നം? ആരാവനെ കെട്ടിട്ട്? അന്റെ മോന്റെ മറ്റേ പരിപാടി നമ്മൾ പിടിച്ചിന്. ഓനെ നമ്മൾ വെറുതെ വിടൂല. ശരിവാക്കേ, നിങ്ങൾ വ്യക്തമായിട്ട് പറയും, എന്താ പ്രശ്നം? അന്റെ മോൻ മൊബൈൽ പിടിച്ച് ജോള് കുളിക്കണ കുളിമുറിന്റെ മുകളിൽ കയറി വീഡിയോ പിടിച്ചിന്. ഓനെ നമ്മൾ വെറുതെ വിടൂല. പോലീസിനെ വിളിച്ചിന്. ഓല് വരട്ടെ. നിങ്ങൾ പോലീസിനെ വിളിക്കല്ലേ? ഓൻ ചെറിയ കുട്ടിയല്ലേ? ഓൻ നല്ല ചെറിയ കുട്ടിയാ. നിങ്ങള് ഓനൊരു പെണ്ണെട്ടിച്ചു കൊടുക്കി, അപ്പ കാണാം ഓൻ ചെറിയ കുട്ടിയാണോ. ചേച്ചി, നിങ്ങളെ മോനൊരു പെണ്ണെട്ടിച്ചു കൊടുക്കി. ഞങ്ങൾ മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കണം. സെയ്തൽവയ്ക്ക്
നിങ്ങൾ ഓനെ കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്കും. അപ്പൊ ഓന്റെ മൊബൈൽ കളിയൊക്കെ അങ്ങോട്ട് മാറിക്കോളും. തന്തയുടെ മോൻ തന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായാൽ മതിയല്ലോ കുടുംബം നശിപ്പിക്കാൻ. മോന ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഓഞ്ചോളെ കുളിസീനാ പിടിച്ചത്. ഓനെ നമ്മൾ വെറുതെ വിടൂല. അറിയാതെ പിടിച്ചതായിരിക്കും, ചെറിയ കുട്ടിയല്ലേ. അറിയാതെ പറ്റേ ഇഞ്ചോളെ കുളിസീൻ നമ്മൾ തന്നെ കണ്ടില്ല. ഇല്ല ഓന്റെ പൂതിന്ന് തീരും. SI സോമശേഖരന്റെ കൈ കിട്ടിയാല് പോലീസ് വണ്ടി വന്നിനി. എല്ലാരും നടക്കി. ആ ചെക്കനെ ചോദ്യം ചെയ്തിട്ട് അവന്റെ മൊബൈൽ വാങ്ങി. സാർ അവൻ വീഡിയോ എടുത്ത മൊബൈല് എത്ര ചോദിച്ചിട്ട് തരുന്നില്ല. സാധനം അവന്റെ ട്രൗസറിന്റെ കീശയിലുണ്ട്. വിശദമായിട്ട് ചോദ്യം ചെയ്താൽ കിട്ടും. PC അറിയാത്തോണ്ടാ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ചോദ്യം ചെയ്യേണ്ടതെന്ന്. എടാ നായിന്റെ മോനെ, അയൽപക്കത്തെ പെണ്ണുങ്ങൾ കുളിക്കുന്ന വീഡിയോ എടുത്താലും പോരാ, എന്നിട്ട് മൊബൈൽ തന്നെ ഇങ്ങനെ ബലം പിടിക്കാടാ. ഈ ന്യൂജമ്പിളുടെ രഹസ്യം അറിയത്തടാ. എന്നോട് ഞാൻ നേരത്തെ മര്യാദക്ക് മൊബൈൽ ചോദിച്ചല്ലേ, ഇപ്പം എങ്ങനെയുണ്ട്? കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തരേണ്ടത് തന്നു. അവനാ സെല്ലിലേക്ക് മാറ്റി. അത് പിന്നെ സാറേ, ഇന്നലെ മാല വിഴുങ്ങിയ കേസിൽ പ്രതിയെ സെല്ലിലിട്ടിരുന്നു. വയറ് ക്ലീനാകാൻ വേണ്ടി മരുന്നും കൊടുത്തു. വയറും ക്ലീനായി, മാലയും കിട്ടി. പക്ഷേ സെല്ല് വൃത്തികേടായി സാർ. എന്താടോ ഇതൊക്കെ? താൻ പോയിട്ട് ആ ചെക്കൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കുക. യെസ് സാർ. സാറേ അസ്സലാമലൈക്കും. നമ്മൾ ഓളെ വീഡിയോ എടുത്ത് ഒരു ചെക്കൻ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവൻ തന്നെ. ഓന്റെ മൊബൈലില് നമ്മളെ പെണ്ണുങ്ങൾ കുളിക്കുന്ന വീഡിയോ ഉണ്ട്. അതൊന്ന് പോക്കി തന്നാ മതി. നമ്മക്ക് കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും വേണ്ട. നിന്റെ പാസ്വേഡ് എത്രടാ? 6969. ഇതാണോ? അല്ല സാറേ, ഇതൊക്കെ വെളുത്ത പെണ്ണുങ്ങളാ. നമ്മൾ ഓള് കറുത്തിട്ടാ. ഇതാണോ? തന്നെ ഇത് തന്നെ. ഓ സാറേ, മൊബൈലിൽ കാണുമ്പോ നമ്മളോക്ക് ഭയങ്കര മൊഞ്ചാണല്ലോ. ഈ ചെക്കനെ സമ്മതിക്കണം. ഓൻ എത്ര ഉയർത്തുന്ന മൊബൈല് പിടിച്ചത്. കേസ് മാണ്ടാന്ന് നമ്മൾ SI സാറിനോട് പറഞ്ഞിന്. പിന്നെ അന്റെ മൊബൈലിൽ ആ വെളുത്ത പെണ്ണിന്റെ വീഡിയോ നമ്മൾ അയലക്കത്തെ ആരെ ബീവിയാ. സാറേ, നമ്മൾ പോവാ. ഓനെ വിട്ടാളി. ഇത് കേസാക്കണ്ടാന്ന് നമ്മളെ ബീവി പറഞ്ഞിന്. ഓന്റെ അച്ഛൻ മോഹനൻ
നല്ലൊരു മനുഷ്യനാ. ഓന്റെ കണ്ണീര് കാണാൻ ഞമ്മക്ക് കഴിയൂല, അതുകൊണ്ടാ. ഓരോരോ മാരണങ്ങൾ. ഞാൻ പോകുന്നു. ദയവായി എന്നെ അന്വേഷിക്കരുത്. ഒരു ഇത്തിൽക്കണ്ണിയായി ഈ കുടുംബത്തിൽ ഇനിയും തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശാലിനി. അച്ഛാ, മോളെ